കേരളത്തിൽ കുരുമുളകിന്റെ വിലയിൽ ഇടിവ്. തണുപ്പുകാലമായിട്ടും കുരുമുളകിന്റെ വില ഉയരുന്നില്ല. ആവശ്യക്കാരും കുറഞ്ഞതോടെ വിലയിൽ കുറവുണ്ടായി. കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം മൂലം ഇക്കൊല്ലം ഉൽപാദനത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് സാധാരണ കുരുമുളകിന്റെ വിളവെടുപ്പ് സമയമാകുമ്പോഴേക്കും ആസൂത്രിതമായി വിലയിടിക്കാനുള്ള ശ്രമവും നടക്കുന്നതായി കർഷകർ ആശങ്കപ്പെടുന്നു. വില കുറഞ്ഞ ബ്രസീലിയൻ കുരുമുളക് ഇറക്കുമതി ചെയ്യുന്നതും പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം മൂലം കുരുമുളക് വള്ളികൾക്കുണ്ടാകുന്ന രോഗം ഇനിയും വില കുറയ്ക്കുമോ എന്ന ആശങ്കയിലാണ് കുരുമുളക് കർഷകർ. പഴയ കുരുമുളകിനും വില ഇടിഞ്ഞിട്ടുണ്ട്. സർക്കാർ നേരിട്ട് കുരുമുളക് സംഭരിച്ച് നല്ല വില കർഷകർക്ക് നൽകേണ്ടത് അത്യാവശ്യമാണെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി എബി ഐപ്പ് പറയുന്നു. ഇവിടുത്തെ കച്ചവടക്കാർ കർഷകരെ ഈ പറയുന്ന വിപണിയിൽ ഈ സീസൺ സമയത്ത് കർഷകരെ ചൂഷണം ചെയ്യുന്നതിനുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ തൊട്ടേ ഇവിടുത്തെ കർഷകർ ആവശ്യപ്പെടുന്നതാണ്. എന്നാൽ ഈ പറയുന്ന കുരുമുളകിൻ്റെ ഉപോൽപ്പന്നങ്ങൾക്കെല്ലാം തന്നെ വിപണിയിൽ വലിയ തോതിലുള്ള വിലവർധനവുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന കുരുമുളകിൻ്റെ ലഭ്യതയില്ലാത്ത പ്രദേശങ്ങളിൽ ഇന്ന് വിപണിയിൽ ഏകദേശം 1000 രൂപയ്ക്ക് മുകളിൽ ഈ പറയുന്ന ഉപഭോക്താക്കൾക്ക് കുരുമുളക് വിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ കർഷകരുടെ കുരുമുളക് സംഭരിക്കുന്നതിനുള്ള ഒരു നടപടി അടിയന്തരമായി സ്വീകരിക്കണം. അത് അത്തരത്തിലുണ്ടായാൽ അതിൻ്റെ ഉപോൽപ്പന്നങ്ങൾക്ക് തന്നെ ലോക വിപണിയിൽ വലിയ സാധ്യതയുള്ളതുകൊണ്ടും കേരളത്തിലെ കുരുമുളകാണ് ലോക വിപണിയെ വലിയ തോതിൽ ആകർഷിക്കുന്നതുള്ളതുകൊണ്ടും ഇവിടുത്തെ കർഷകരെ സംരക്ഷിക്കാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണം. ന്യൂസ് ബ്യൂറോ, കോട്ടയം.